നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 18 വയസ്സുള്ള ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനി +2 വരെ പെൺകുട്ടികൾ മാത്രം പഠിച്ചൊരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ കോളേജിലേക്ക് എത്തിയപ്പോഴാണ് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ആൺകുട്ടികളുമുണ്ട്. നമുക്കറിയാം, +2 കഴിഞ്ഞ് കോളേജിലേക്ക് എത്തുമ്പോൾ ആൺകുട്ടികൾ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം ഒന്ന് ആഘോഷിക്കാനൊക്കെ ശ്രമിച്ചേക്കും. ഈ ആൺകുട്ടികളുടെ ഈ പ്രകടനങ്ങളും ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇവൾക്ക് വല്ലാത്ത വെപ്രാളം. ഈ പുതിയ ക്യാമ്പസുമായിട്ട് പൊരുത്തപ്പെടാൻ തന്നെ ബുദ്ധിമുട്ട്. മാത്രമല്ല, പഠിച്ചിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിച്ചിരുന്നൊരു കുട്ടികളിൽ ഒരാളായിരുന്നു അവൾ. പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും ഉന്നതമായ മാർക്ക് കിട്ടുമായിരുന്നു. അധ്യാപകർക്കെല്ലാം അവളെ വളരെ പ്രിയമായിരുന്നു. പക്ഷേ കോളേജിലേക്ക് എത്തിയപ്പോൾ അന്തരീക്ഷത്തിൽ കുറച്ച് മാറ്റം വന്നു. പുതിയ കുട്ടികളുണ്ട്, പുതിയ അധ്യാപകർക്ക് ആർക്കും ഇവരെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഈ പെൺകുട്ടിയുടെ അക്കാദമിക മികവിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല. അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു ദിവസം പഠിപ്പിച്ച ശേഷം അതേ വിഷയങ്ങളെക്കുറിച്ച് പിറ്റേന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഈ കുട്ടിയെ അടക്കം എഴുന്നേൽപ്പിച്ച് നിർത്തി ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ഉത്തരം പറയുമ്പോൾ അധ്യാപകർ അല്പം ഒന്ന് പരിഹസിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് സംസാരിച്ചെന്നിരിക്കും. ഒരു പ്രത്യേക വിഷയത്തിൻ്റെ അധ്യാപകനുണ്ടായിരുന്നു, കുറച്ച് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉത്തരം പറയണം. അതിലൊരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം അസ്വസ്ഥനാകും. ആ അധ്യാപകൻ ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു ഈ കുട്ടിയോട്. കുട്ടി ഉത്തരം പറഞ്ഞപ്പോൾ ചില വാക്കുകളൊക്കെ മാറിപ്പോയി. അപ്പോൾ ആ അധ്യാപകൻ വല്ലാതെ അവളെ വഴക്ക് പറഞ്ഞു. നീയൊക്കെ എന്തിനാണ് ഈ പഠിക്കാൻ വരുന്നത്? ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ മാതാപിതാക്കൾക്ക് ബാധ്യതയായിട്ട് ഇങ്ങനെ പഠിക്കാൻ വരുന്നത്? വീട്ടിലിരുന്നാൽ പോരെ, കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാർ കെട്ടിച്ച് വിട്ടോളും, ഇതൊക്കെയാണ് നിനക്കൊക്കെ നല്ലത് എന്ന തരത്തിലൊരു സംഗതി പറഞ്ഞു. പെട്ടെന്ന് ഈ പെൺകുട്ടി കുഴഞ്ഞു വീണിട്ട് കയ്യും കാലും ഒക്കെ ഇങ്ങനെ വെട്ടി വിറയ്ക്കുന്ന പോലത്തെ ഒരു സംഗതി. വായിൽ നിന്ന് അല്പം നുരയും പതയും വരുന്ന പോലെയൊക്കെ തോന്നുന്നു. എല്ലാവരും വിചാരിച്ചു ഇത് അപസ്മാരമാണ്, എപ്പിലെപ്സിയാണ് എന്ന് തന്നെ വിചാരിച്ചു. എല്ലാവരും ഈ കുട്ടിയെ എടുത്തുകൊണ്ട് അടുത്തുള്ളൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിലെ ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷയൊക്കെ നൽകിയതിന് ശേഷം ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞ് ഉന്നത ആശുപത്രിയിലേക്ക് വിട്ടു. ന്യൂറോളജിസ്റ്റ് പരിശോധിച്ചു. അതിനുശേഷം തലച്ചോറിലെ വൈദ്യുതി പ്രസരണത്തിൻ്റെ റെക്കോർഡിങ്ങായ EEG എന്ന ടെസ്റ്റ് എടുത്തു നോക്കി. അതിൽ യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒരു മാനസിക സമ്മർദ്ദം മൂലം വരുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഈ കുട്ടി എത്തുമ്പോൾ ആ കുട്ടി പറയുന്നത്, പെട്ടെന്ന് എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ എല്ലാം മുൻപിൽ വെച്ച അധ്യാപകൻ അങ്ങനെ അങ്ങോട്ട് അവഹേളിക്കുന്ന രീതി സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് താങ്ങാനായില്ല. എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ച് ഞാനങ്ങ് കുഴഞ്ഞു വീണു. അങ്ങനെയാണ് ഈ സംഭവമൊക്കെ നടന്നത്. അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നീ കുഴഞ്ഞു വീണ് കയ്യും കാലും ഒക്കെ ഇട്ട് അടിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ നിൻ്റെ പേര് വിളിക്കുകയോ നിന്നെ ഉണർത്താൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, അതൊക്കെ നീ കേൾക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൂട്ടുകാരികളൊക്കെ എൻ്റെ പേര് വിളിക്കുന്നുണ്ട്, ചിലരെന്നെ തട്ടി വിളിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അവരെന്നെ തട്ടി വിളിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, പക്ഷേ എനിക്ക് നാക്ക് പൊങ്ങുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല, മറുപടി പറയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്കായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഡിസോസിയേറ്റീവ് കൺവൽഷൻ എന്ന് പറയുന്നത്, അഥവാ മനോജന്യ ചലന വൈകല്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ മനോജന്യ ജന്നി എന്ന് വേണമെങ്കിലും പറയാം. അപസ്മാരത്തിൻ്റെ ഭാഗമായി വരുന്ന ജന്നിയിൽ നിന്ന് ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം അപസ്മാരം സാധാരണഗതിയിൽ കുറച്ച് നേരമേ നീണ്ടു നിൽക്കാറുള്ളൂ, ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്, ഇത്രയൊക്കെ സാധാരണഗതിയിൽ അപസ്മാരം നീണ്ടു നിൽക്കാറുള്ളൂ. അപൂർവമായിട്ട് അപസ്മാരം അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കാം, സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയും, അത് അത്യപൂർവമാണ്. പക്ഷേ ഈ ഡിസോസിയേറ്റീവ് കൺവൽഷൻ, ഈ മനോജന്യ ജന്നി പലപ്പോഴും ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കും. യഥാർത്ഥ അപസ്മാരമാണ് എങ്കിൽ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ചുറ്റും നടക്കുന്ന യാതൊരു കാര്യങ്ങളും ഓർമ്മയുണ്ടാകില്ല. എവിടെയാണ് ഇരിക്കുന്നതെന്നറിയില്ല, എവിടെയാണ് കിടക്കുന്നതെന്നറിയില്ല, മറ്റുള്ളവർ വിളിക്കുന്നവർ കേൾക്കുന്നില്ല, കൂട്ടുകാർ തട്ടി വിളിക്കുന്ന അറിയുന്നില്ല, പൂർണ്ണമായൊരു അബോധാവസ്ഥയായിരിക്കും. പക്ഷേ ഈ മനോജന്യ ജന്നിയിൽ ഈ ചുറ്റും നടക്കുന്ന സൗണ്ടുകളൊക്കെ കേൾക്കാം, അവർ തട്ടി വിളിക്കുന്ന അറിയാം, പക്ഷെ പ്രതികരിക്കാൻ പറ്റുന്നില്ല, ശബ്ദം വരുന്നില്ല. യഥാർത്ഥത്തിലുള്ളൊരു ജന്നിയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും കൈ ഇങ്ങനെ വെട്ടി ശരീരത്തിൻ്റെ നേരെ വരും. പക്ഷേ മനോജന്യ ജന്നിയിൽ പലപ്പോഴും വെട്ടലൊന്നുമില്ല, ഈ പുറത്തോട്ട് ഇങ്ങനെ കൈകളിങ്ങനെ പ്ലെയിനായിട്ട് ഇങ്ങനെ അടിച്ചു പോകുന്നൊരവസ്ഥയായിരിക്കും. യഥാർത്ഥ അപസ്മാര ജന്നിയിൽ തല ഇങ്ങനെ ഒരു സൈഡിലേക്ക് വെട്ടി ഇങ്ങനെ പോകും, കണ്ണുകൾ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുകയും ചെയ്യും. പക്ഷേ മനോജന്യ ജന്നിയിൽ കണ്ണുകൾ അടച്ചിരിക്കും, 2 സൈഡിലേക്കും തല ഒരുപോലെ ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കും. കണ്ണുകൾ തുറക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കൂടുതൽ ഫോഴ്സ്ഫുള്ളി കണ്ണ് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും.
ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു അപസ്മാരത്തിൻ്റെ ജന്യയും മനോജന്യ ജന്യയും തമ്മിൽ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ. പലപ്പോഴും തീവ്രമായ മാനസിക സമ്മർദ്ദം, ഒരുപക്ഷെ തൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ, തൻ്റെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ, തൻ്റെ മനസ്സിന് തീവ്രമായ വിഷമം ഏൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു സംഗതി പ്രകടമാകുന്നത്. ഇത് ചികിത്സ എടുക്കേണ്ട ഒരു വിഷയമാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ചികിത്സയാണ് വേണ്ടത്. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനുമുള്ള ചില മരുന്നുകൾ ഇതിന് സഹായകമാകും. അതോടൊപ്പം ഈ മാനസിക സമ്മർദ്ദത്തെ മറികടക്കാൻ സഹായിക്കുന്ന മനഃശാസ്ത്ര ചികിത്സകളാണ് ഇതിൽ പ്രധാനം. ചില റിലാക്സേഷൻ വ്യായാമങ്ങളും ചിന്താവൈകല്യങ്ങൾ പരിഹരിക്കാനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സയും അടക്കം നൽകിയാൽ ഇത് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ സാധിക്കും. നമസ്കാരം.